നമ്മളെ പ്രതിഷേധത്തിന്റെ ഉദ്ദേശം നമ്മൾ ഈ മേഖലയുമായി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കന്നുകാലി കച്ചവടക്കാരും അനുബന്ധ തൊഴിലാളികളും. കാലങ്ങളായിട്ട് നമുക്ക് ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്ര അതുപോലെ തന്നെ മഹാരാഷ്ട്ര മറ്റു ഭാഗങ്ങളിലാണ് കേരളത്തിലേക്ക് വന്നത്. നിയമത്തിനനുസരിച്ചും നിയമത്തിനനുസൃതമില്ലാതെ നമ്മൾ ഈ നമ്മളിപ്പോൾ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് കുറെ മാഫിയകൾ നമ്മളെ കന്നുകളെ വണ്ടികളെയൊക്കെ പിടിച്ചു നിർത്തുന്നു. അത് എൻട്രിയുടെ പേര് പറഞ്ഞിട്ട്, പോലീസുകാരുടെ പേര് പറഞ്ഞിട്ടും, ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞിട്ടും എൻട്രിക്കാരാണ് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലായത്തോളം, സംഘടനയ്ക്ക് മനസ്സിലായത്തോളം ഇവരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആളുകൾ. അവർ പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഇല്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ച്, ഈ ലോബികളെ വെച്ച് ഇവിടെ ഇപ്പം നടക്കുന്ന 10-40 വണ്ടികളിലേറെ ബോർഡറിൽ എന്ന് വെച്ചാൽ നമ്മുടെ കുടിയത്തെന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട് ബോർഡറിൽ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഒറീസയിൽ നിന്ന് വന്നിരുന്ന കന്നുകൾ ജംഗ്ഷൻ ഭാഗത്തും അതുപോലെ തന്നെ ഗുണ്ടൂർ ഭാഗത്തും വന്നിട്ട് എൻട്രി കൊടുക്കുന്ന നേതാക്കന്മാർ വണ്ടി പിടിച്ചുകൊണ്ട് FIR ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഉപജീവന മാർഗമായതിൻ്റെ പേരിൽ നമ്മൾ ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം കാണുന്നവരെ സമരമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇന്നിപ്പോൾ നടന്ന സംഭവം പ്രത്യക്ഷത്തിൽ അവർ ബാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രയാസങ്ങൾ പറയുന്നത് കുഴപ്പമില്ല. ഒരു സുപ്രഭാതത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അന്യ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന കന്ന് കാര്യങ്ങൾ ഇന്ന് വെള്ളവും തീറ്റില്ലാതെ കിടക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ പോയിക്കൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ അവർ ആ സാധനത്തിന് വാങ്ങിയ സാധനം നാട്ടിലെത്തിക്കുക, അതിനുശേഷം ബാൻ ചെയ്യുകയാണെങ്കിൽ തിരക്കില്ല. ഇതൊരു സുപ്രഭാതത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാരല്ലാതെ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ പേരും വെച്ച് ഗവൺമെൻറ് എടുത്ത തീരുമാനമല്ല. ഞങ്ങൾ 100% ഗവൺമെൻറ് ഞങ്ങളോട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളോട് അവിടെ പോയിട്ട് കന്നുകാലി മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്ന മാഫിയകളുടെ ഒരു അട്ടഹാസപരമായ സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഐക്യകണ്ഠേന കേരളത്തിൽ മുഴുവൻ ജനങ്ങളും ഇതുമായി ജീവിക്കുന്ന എല്ലാ മേഖലയിൽപ്പെട്ട ആൾ, അറുവാരുണ്ട്, കച്ചവടക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, വണ്ടി ഡ്രൈവർമാരുണ്ട്, ഒരുപാട് മേഖലയുമായി സംരക്ഷിക്കുന്ന നടക്കുന്ന ഉപജീവന മാർഗം നൽകുന്ന, സ്വന്തം പ്രയത്നത്തിന് ഉപജീവന മാർഗം നൽകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരാളുടെയും വ്യക്തികളുടെയും ആശ്രയമല്ലാതെ സ്വയം പ്രാപ്തരായ ജീവിക്കുന്ന ഈ മേഖല സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധം നമ്മൾ ഗവൺമെൻറ്റിന് മുമ്പിൽ അറിയിക്കുന്നതിലേക്ക് വേണ്ടി നമ്മളൊരു ജാഥയുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ പോലീസുകാർ മറ്റുള്ള ചാനലുകാരൊക്കെ ഉണ്ട്. ഇന്ന് നടക്കുന്ന ഈ വിഷയം ഗൗരവമല്ല, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെച്ച ഗവൺമെൻറ്റിനെതിരെ നമ്മൾ അവരത് അറുതി വരുത്തുക എന്നുള്ളൊരു പ്രസ്ഥാനം, ഒരു പ്രതിനിധിയുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത്. എന്തായാലും എല്ലാവരും ആത്മാർത്ഥമായ പിന്തുണയും അതുപോലെ തന്നെ ഈ ഉപജീവന മാർഗ്ഗം അവനാൻ്റെ തൊഴിൽ മേഖലയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇതിന് മടിച്ചു നിൽക്കാതെ സമരവുമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ യോഗത്തിൽ കൂടുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് ഈ യോഗയും എന്നെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി വേറൊരു വിഷയം, ഈ പരിപാടി കഴിയുന്നവരെ എല്ലാവരും ഒപ്പം നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് പിരിയാൻ പാടില്ല. ഇതിന്റെ ഒരു ഗൗരവമുള്ള വിഷയം എന്താണെന്ന് അറിയോ? എൻട്രിന്റെ പേര് പറഞ്ഞ് മാഫിയ ഗുണ്ടകൾ, കന്നുകാലി മാഫിയ ഗുണ്ടകൾ ബൾക്കി എമൗണ്ട് ആണ് ഈ ഗേറ്റിലും അതിലും ഇതിലും പറഞ്ഞ് വാങ്ങുന്നത്. ഓരോ വണ്ടിയിൽ ഒരു ദിവസം 20 ഉറുപ്പ്യ വെച്ചിട്ട് ദിവസം 25-30 വണ്ടി പാസ് ചെയ്യുന്നുണ്ട്. ആന്ധ്ര, കർണാടക, ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണക്കായിക്കൊണ്ട് പൈസ എത്രയാണ്? ഒരു വണ്ടിയിൽ 20,000, 25,000, 25 വണ്ടി 30 വണ്ടി ഡെയിലി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഖ്യ എത്രയായി? ഇത് പോലീസിനും അവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ട് അവരെ ഇതിന് ഒപ്പം നിർത്തിയിട്ടാണ് അവിടെ നമ്മളോട് ഈ ക്രൂരത കാണിക്കുന്നത്. ഇതിന് ശക്തമായ പ്രതിഷേധത്തോടുകൂടി സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് തമിഴ്നാട് ഗവൺമെൻറ് ഒരിക്കലും ഇതിന് അവരുടെ ഗുണ്ടകളുടെ ഈ ആവശ്യത്തിന് അനുകൂലിച്ചു കൊടുക്കില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. തമിഴ്നാട് സർക്കാർ അവിടെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. തമിഴ്നാട് സർക്കാർ അറിയാതെയാണ് ഈ ബോർഡറിലെ SP-യും അതിനോടനുബന്ധിച്ചുള്ള പോലീസും അതുപോലെ തന്നെ ആ ഗുണ്ടകളും കൂടിയിട്ട് ഈ ക്രൂരത കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ്. എല്ലാവരും ഒപ്പം നിൽക്കണം. ഇത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയാൻ പാടുള്ളൂ. തുടങ്ങുകയല്ലേ? ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. പ്രതിഷേധം 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 KCM-ന്റെ പ്രതിഷേധം, KCM-ന്റെ പ്രതിഷേധം, KCM-ന്റെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? 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 കച്ചവടക്കാരുടെ
കച്ചവടക്കാരുടെ കന്നും പണ്ടയം, കച്ചവടക്കാരുടെ കന്നും പണ്ടയം, തമിഴ്നാടിന്റെ അതിർത്തിയിൽ, ആന്ധ്രയുടെ ബോർഡറിൽ മാഫിയ ഗുണ്ടകൾ തടഞ്ഞിട്ടിരിക്കുന്നു. മാഫിയ ഗുണ്ടകൾ തടഞ്ഞിട്ടിരിക്കുന്നു. നമ്മളെ